അല്ല ഡോക്ടറെ, എത്ര കൊല്ലമായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ കൊളസ്ട്രോളിന് ഗുളിക കഴിക്കുന്നു. ഇത് സാധനം കണ്ടിട്ട് കുറയുന്നില്ലല്ലോ. ഈ സ്റ്റാറ്റിൻ അല്ലാതെ വേറെ എന്തെങ്കിലും മരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതാ പുതിയൊരു കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിൻ കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ 60% വരെ കുറക്കുന്ന ഒരു മാജിക് ഡ്രഗ്. എത്ര മരുന്ന് കഴിച്ചിട്ടും എത്ര വ്യായാമം ചെയ്തിട്ടും കൊളസ്ട്രോൾ കുറയാത്തവർക്ക് ഇത് വല്ലാത്തൊരു ശുഭപ്രതീക്ഷയാണ് നൽകുന്നത്. ജാമ എന്ന് പറയുന്ന ഒരു പ്രശസ്ത മെഡിക്കൽ ജേണലിൽ വന്നൊരു പഠനമാണിത്. എൻലിസിറ്റൈഡ് എന്ന് പറയുന്ന ഒരു മരുന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. നമുക്കറിയാം ഫാമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്ന് പറയും. എത്ര ഭക്ഷണം നിയന്ത്രിച്ചിട്ടും വ്യായാമം ചെയ്തിട്ടും ഒന്നും കുടുംബപരമായിട്ട് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യപ്പെടാതെയും ഒരുപാട് ഹൃദയാഘാതം പോലത്തെ പ്രശ്നങ്ങൾ വരികയും ചെയ്യുന്ന കുടുംബത്തിൽ ഒരുപാട് പേർക്ക് ഈ മെഡിസിൻ കൊടുത്തപ്പം അവർക്ക് നല്ലൊരു ശതമാനം പേർക്കും കൊളസ്ട്രോൾ കുറയാൻ കാരണമായി എന്നുള്ളതാണ്. അപ്പോൾ ഈ മരുന്ന് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ കരളിൽ LDL കൊളസ്ട്രോളിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ചില റിസപ്റ്ററുകളുണ്ട്. ഈ PCSK9 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അവയെ പൂട്ടിയിടുന്നു. LDLനെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു തടസ്സമായി നിൽക്കുന്നു. അപ്പോൾ PCSK9 എന്ന് പറയുന്ന ഈ പ്രോട്ടീൻ ഇവിടെ ഒരു വില്ലനാണ്. എൻലിസിറ്റൈഡ് എന്ന് പറയുന്ന ഈ മരുന്ന് ഇവിടെ ഒരു ഹീറോ ആയിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എൻലിസിറ്റൈഡ് എന്ന് പറയുന്ന മരുന്ന് അവിടെ എത്തുമ്പം ഈ PCSK9 എന്ന് പറയുന്ന ഈ വില്ലനെ അടിച്ച് നിരപ്പാക്കി കളയും. അപ്പോൾ കരൾ എന്ത് ചെയ്യും? ഈ ചീത്ത കൊളസ്ട്രോളിന് ചിട്ടയോടെ പുറന്തള്ളുകയും ചെയ്യും. ഇത് സ്റ്റാറ്റിൻ മരുന്ന് എടുത്തിട്ടും സ്ഥിരമായിട്ട് മരുന്നെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരിൽ നടത്തിയ പഠനമാണ്. അവർക്ക് 303 രോഗികൾ നടത്തിയ പഠനമാണ്. അപ്പോൾ അവർക്ക് ഈ സ്റ്റാറ്റിൻ വെച്ചിട്ട് ഫുള്ളും കൊണ്ട് കുറയുന്നില്ലായിരുന്നു. അത്തരം ഘട്ടത്തിലാണ് ഇത് കൊടുത്ത ആൾക്കാർക്ക് LDL കൊളസ്ട്രോൾ 60%, ApoB എന്ന് പറയുന്ന വളരെ അപകടം പിടിച്ച ഇത് 48%, ലിപ്പോപ്രോട്ടീൻ A 25% കുറയാനുള്ള കാരണം കണ്ടെത്തിയതൊക്കെ. ഒരുപാട് ആൾക്കാർ വിചാരിക്കാറുണ്ട്, ഞാൻ മെലിഞ്ഞ ആളാണ്, ഞാൻ നന്നായി എക്സസൈസ് ചെയ്യുന്നുണ്ട്, എനിക്ക് കൊളസ്ട്രോളൊന്നും വരില്ല എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ കൊളസ്ട്രോളിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. നമ്മൾ ആ കൊളസ്ട്രോൾ ഉള്ളത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഫീൽ ചെയ്യില്ല. പലപ്പോഴും ചിലപ്പോൾ ഒരു ഹൃദയാഘാതമോ അല്ലെങ്കിൽ ഒരു പക്ഷാഘാതമോ വന്നതിന് ശേഷമായിരിക്കും നമ്മൾ അറിയുന്നത് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ട് എന്നുള്ളത്. ഇത്തരം ഘട്ടത്തിൽ ഈ കൊളസ്ട്രോളിനെ പൊരുതി തോൽപ്പിക്കാൻ വേണ്ടി സ്റ്റാറ്റിനുകൾ പരാജയപ്പെടുമ്പം പിന്നെ ജനിതകപരമായിട്ടുള്ള ചില കൊളസ്ട്രോളുകൾ ഉള്ളവർക്ക്, പിന്നെ ഈ ഇഞ്ചക്ഷനൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഈ മരുന്ന് വല്ലാത്തൊരു സുഖപ്രതീക്ഷ തന്നെയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിപ്പോഴും അതിൻ്റെ ഒരു പഠനഘട്ടത്തിലാണ്. ഇതെല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നൊരു മെഡിസിൻ അല്ല. ജീവിതശൈലിയും ഭക്ഷണവും എക്സസൈസും തന്നെയാണ് ഇപ്പോഴും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. കൊളസ്ട്രോളിനെ തുരത്താനുള്ള മെയിൻ ഫാക്ടറുകൾ ഇത് തന്നെയാണൊക്കെ. അതോടൊപ്പം നമുക്ക് ഇതൊന്നും നിയന്ത്രിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതുപോലെ ശുഭവാർത്തകൾ വരുന്നുണ്ട് എന്നുള്ളത് മാത്രം നമുക്ക് നൽകുന്നൊരു പ്രതീക്ഷയാണ്.